വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ റിമാൻഡിൽ. ഈ മാസം 13 വരെയാണ് അഫാനെ റിമാൻഡ് ചെയ്തത്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് റിമാൻഡ് ചെയ്തത്. ആഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, കസ്റ്റഡി കാലാവധി പൂർത്തിയായി, ഇതോടെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ? പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. ഇന്ന് അഫാന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു. അതിനു മുമ്പ് തന്നെ തെളിവെടുപ്പും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധയിടങ്ങളിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് പ്രധാനമായും ഈ അഫാൻ കൊല ചെയ്യാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് തുടങ്ങിയത്. ഈ കടയിലെ ജീവനക്കാരൻ അഫാനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് രണ്ടാമതായി തെളിവെടുപ്പ് നടത്തുന്നതിനായി എത്തിച്ചത്. കാരണം ഈ ആദ്യ കൊലപാതകം, സൽമാ ബീവിയുടെ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് ലഭിച്ച മാലയുമായി അഫാൻ എത്തിയത് ഈ വെഞ്ഞാറമൂട് പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു, ധനകാര്യ സ്ഥാപനത്തിലായിരുന്നു. ഇവിടെ എത്തിച്ചും ഈ ഒരു തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിലെ ജീവനക്കാരും അഫാനെ തിരിച്ചറിയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അടുത്തു തന്നെ പ്രവർത്തിക്കുന്ന ഒരു ചെരുപ്പ് കടയിലേക്കാണ് അഫാനെ എത്തിച്ചത്. കാരണം ഈ ചുറ്റിക വാങ്ങിയ ശേഷം ചുറ്റിക ഒളിപ്പിക്കുന്നതിന് വേണ്ടി ബാഗ് വാങ്ങിയത് ഈ കടയിൽ നിന്നുമാണ്. ഈ കടയിലും എത്തിച്ച് അഫാനെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയ പൈസ കൊണ്ടാണ് ഈ ഒരു ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. 1400 രൂപയാണ് അഫാൻ സുഹൃത്തിൽ നിന്നും കടമായി വാങ്ങിയത്. അതിനുശേഷമാണ് ഈ ഒരു ചുറ്റിക വാങ്ങുന്നതും. ഈ കൊലപാതകം നടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം അമ്മയുമായി വഴക്കുണ്ടാകുന്നു. അമ്മയുമായി വഴക്കുണ്ടായ ശേഷം കഴുത്തിൽ ഷോളിട്ട് മുറുക്കി അമ്മയെ മയക്കി കിടത്തിയ ശേഷമാണ് അഫാൻ പോകുന്നത്. പക്ഷേ അമ്മ മരിച്ചു എന്നൊരു ഉറപ്പിലാണ് അഫാൻ ഇറങ്ങിയത്. പക്ഷേ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ അമ്മുമ്മയുടെ വീട്ടിലെത്തി അമ്മുമ്മയെ കൊലപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയുടെ മുറിയിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെയാണ് അഫാൻ മുറിയിലേക്ക് എത്തി അമ്മയോട് പറയുന്നത്, താനിങ്ങനെ അമ്മുമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ളവരെയും കൊലപ്പെടുത്തും എന്ന കാര്യം അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷമാണ് അമ്മയെ ചുറ്റിക കൊണ്ട് ആക്രമിക്കുന്നത് എന്നതാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരം. എന്തായാലും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അഫാന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും. കാരണം ആരിൽ നിന്നൊക്കെയാണ്, എന്തിനാണ് ഈ കടം വാങ്ങി കൂട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം തേടേണ്ടതുണ്ട്. മാത്രമല്ല അഫാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പോലീസിന് നൽകുന്ന മൊഴിയിലും നേരിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. കാരണം ആദ്യം പറഞ്ഞിരുന്നത് അമ്മയ്ക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അമ്മയെ അറിയിച്ച ശേഷം ആണ് അമ്മയെ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വെഞ്ഞാറമൂട് കിളിമാനൂർ SHO തിങ്കളാഴ്ച ഈ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ അഫാനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അഫാനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ മാസം 13 വരെയാണ് അഫാനെ റിമാൻഡ് ചെയ്തത്. ആഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.